ബീഫ് ഇഷ്ടമില്ലാത്തവർക്ക് സോയ കൊണ്ടൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് സോയ ചങ്ക്സ് കുറച്ച് വെള്ളത്തിൽ 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് വേവിച്ച് പിഴിഞ്ഞെടുത്തു. ഒരു സവാള, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എന്നിവ കട്ട് ചെയ്തെടുത്തു. കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തു. ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, സവാള, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റുക. അതിനുശേഷം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ സാദാ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ബ്രൗൺ കളർ ആവുന്നതുവരെ വഴറ്റുക. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത സോയ ചങ്ക്സ് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി 1/4 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. 3 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമെല്ലാം വറ്റി നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ സോയ ബീഫ് റോസ്റ്റ് റെഡിയായിട്ടുണ്ട്.